Hi students, it's me Sridag, your BS teacher. Welcome back to my online BS class. Today we are going to start our next topic in our third chapter, which is celestial spheres do have shadows. So before entering to this topic, I give the answers of assignment question in the previous class. So what was the assignment question of the previous class? Classify the given materials into transparent substances and opaque substances, isn't it? So what are the materials required? Glass sheet, metal vessel, oil paper, ground glass, cardboard, block of wood and bowl, isn't it? So ഈ മെറ്റീരിയൽസിനെ ട്രാൻസ്പാരൻറ്റ് സബ്സ്റ്റൻസ് എന്നും ഒപ്പേക്ക് സബ്സ്റ്റൻസ് എന്നും ക്ലാസിഫൈ ചെയ്യാനായിരുന്നു നിങ്ങളുടെ അസൈൻമെൻറ്റ് അല്ലേ? അഥവാ ഇതിൽ ഏതൊക്കെ സബ്സ്റ്റൻസ് ആണ് ലൈറ്റിന് പാസ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് ലൈറ്റിന് പാസ് ചെയ്യാത്തത്. സോ ലൈറ്റിന് പാസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ ട്രാൻസ്പാരൻറ്റ് സബ്സ്റ്റൻസ് എന്നും ലൈറ്റിന് പാസ് ചെയ്യാത്ത സബ്സ്റ്റൻസിനെ ഒപ്പേക്ക് സബ്സ്റ്റൻസ് എന്നുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? സോ ഇതിൽ ഏതൊക്കെയാണ് ട്രാൻസ്പാരൻറ്റ് സബ്സ്റ്റൻസസ്? ഫസ്റ്റ് വൺ ഗ്ലാസ് ഷീറ്റ്, ദെൻ പിന്നെ ഏതെങ്കിലും സബ്സ്റ്റൻസ് ഉണ്ടോ ഇതിൽ ലൈറ്റിന് പാസ് ചെയ്യുന്ന? ഇല്ല അല്ലേ? ദെൻ ഒപ്പേക്ക് സബ്സ്റ്റൻസ് ഏതൊക്കെയാ? മെറ്റൽ വെസൽ, ദെൻ കാർഡ്ബോർഡ്, ദെൻ ബ്ലോക്ക് ഓഫ് വുഡ്, ദെൻ ബോൾ. ഇനി അവിടെ രണ്ട് മെറ്റീരിയൽസ് കൂടി ബാക്കിയുണ്ട് അല്ലേ? ഏതൊക്കെയാ? ഓയിൽ പേപ്പർ ആൻഡ് ഗ്രൗണ്ട് ഗ്ലാസ്. സോ ഇത് ഏതിലാണ് വരിക? ഇത് ട്രാൻസ്പാരൻ്റ് ആണ്, എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റിന് പാസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഓക്കെ, സോ ഇത് ഏത് ടൈപ്പ് സബ്സ്റ്റൻസസ് ആണ്? ഇത് ട്രാൻസ്ലൂസൻറ്റ് സബ്സ്റ്റൻസ് ആണ് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതല്ലേ? സോ നിങ്ങൾ തേർഡ് കോളം ഡ്രോ ചെയ്തിട്ട് അതിൽ ട്രാൻസ്ലൂസൻറ്റ് സബ്സ്റ്റൻസ് എന്ന ഹെഡിങ് കൊടുത്തിട്ട് അതിലാണ് നിങ്ങൾ ഓയിൽ പേപ്പറും ഗ്രൗണ്ട് ഗ്ലാസും എഴുതേണ്ടത്. ക്ലിയർ? സോ ഓയിൽ പേപ്പറും ഗ്രൗണ്ട് ഗ്ലാസും. സോ ഗ്രൗണ്ട് ഗ്ലാസ് എന്ന് വെച്ചാൽ മിനുസമില്ലാത്ത ഗ്ലാസ് എന്നാണ് അർത്ഥം, അഥവാ റഫായിട്ടുള്ള ഗ്ലാസ്. ഓക്കെ, സ്ക്രാച്ചുകളും അതുപോലെ തന്നെ ചെറിയ ബ്രേക്കൊക്കെ സംഭവിച്ച ഗ്ലാസസിനെയാണ് നമ്മൾ ഗ്രൗണ്ട് ഗ്ലാസ് എന്ന് വിളിക്കുക, റഫ് സർഫസുള്ള ഗ്ലാസ്. ക്ലിയർ? സോ റഫ് സർഫസുള്ള ഗ്ലാസ്സിലേക്ക് നമ്മൾ ലൈറ്റ് അടിച്ചാൽ കംപ്ലീറ്റ് ലൈറ്റും അതിൻ്റെ മറ്റേ സൈഡിലൂടെ പുറത്ത് വരില്ല, ഡിം ലൈറ്റാണ് പുറത്തേക്ക് വരിക, ഇസിൻറ്റ് ഇറ്റ്? സോ അത് ട്രാൻസ്ലൂസൻറ്റ് സബ്സ്റ്റൻസ് ആണ്. സോ അതുപോലെ തന്നെയാണ് ഓയിൽ പേപ്പർ, അഥവാ നമ്മളൊരു പേപ്പറിൽ കുറച്ച് എണ്ണമയൊക്കെ ആയാൽ അതിലേക്ക് ലൈറ്റ് അടിച്ചാൽ കംപ്ലീറ്റ് ലൈറ്റും പുറത്തേക്ക് വരില്ല, ഒരു ഡിം ലൈറ്റ് മാത്രമേ ഓപ്പോസിറ്റ് സൈഡിലൂടെ പുറത്തേക്ക് വരുള്ളൂ, ഇസിൻറ്റ് ഇറ്റ്? സോ ഓയിൽ പേപ്പറും ഗ്രൗണ്ട് ഗ്ലാസും ട്രാൻസ്ലൂസൻറ്റ് സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, സോ വി ക്യാൻ എൻ്റർ ടു ദി നെക്സ്റ്റ് ടോപ്പിക്, സെലസ്റ്റിയൽ സ്ഫിയേഴ്സ് ടു ഹാവ് ഷാഡോസ്. സോ ഏത് ടൈപ്പ് സബ്സ്റ്റൻസസ് ആണ് ഷാഡോസ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഒപ്പേക്ക് സബ്സ്റ്റൻസസ് ആണ് ഷാഡോസ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ലൈറ്റിന് പാസ് ചെയ്യാത്ത സബ്സ്റ്റൻസസ് ആണ് ഷാഡോസ് ക്രിയേറ്റ് ചെയ്യുക. എന്നിരുന്നാലും ചില ട്രാൻസ്പാരൻറ്റ് സബ്സ്റ്റൻസസ് ഷാഡോസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അഥവാ ഗ്ലാസ് ഷീറ്റ്. സോ ഗ്ലാസ് ഷീറ്റിൻ്റെ സൈഡിലൊക്കെ ചെറിയ നിഴൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഗ്ലാസ് ഷീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രാൻസ്പാരൻറ്റ് സബ്സ്റ്റൻസ് ആണ്. എന്നിരുന്നാലും അതിൻ്റെ സൈഡ്സിലൊക്കെ സ്മാൾ ഷാഡോസ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ 100% ട്രാൻസ്പാരൻറ്റ് സബ്സ്റ്റൻസ് ഷാഡോസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, സോ ചെറിയ രീതിയിലുള്ള ഷാഡോസ് ഒക്കെ ട്രാൻസ്പാരൻറ്റ് സബ്സ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ചെറിയ സൈഡുകളിലൊക്കെ. ഓക്കെ, സോ ജനറലി ഒപ്പേക്ക് സബ്സ്റ്റൻസ് ആണ് ഷാഡോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു ഒപ്പേക്ക് സബ്സ്റ്റൻസിൻ്റെ ഒരു സൈഡിലേക്ക് ലൈറ്റ് അടിച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അതിൻ്റെ ഷാഡോ ക്രിയേറ്റ് ചെയ്യും, ഇസിൻറ്റ് ഇറ്റ്? ദാറ്റ് ഈസ് അത് ലൈറ്റിന് പാസ് ചെയ്യുന്നില്ല, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അതിൻ്റെ ബിഹൈൻഡിൽ എന്തുണ്ടായിരിക്കും? ഒരു ഷാഡോ, അതിൻ്റെ ഷാഡോ ഉണ്ടായിരിക്കും, ഇസിൻറ്റ് ഇറ്റ്? സെലസ്റ്റിയൽ സ്ഫിയേഴ്സ് ആർ ഒപ്പേക്ക്, സോ സെലസ്റ്റിയൽ സ്ഫിയേഴ്സ് മേക്ക് ഷാഡോസ്. ഓക്കെ, നിങ്ങൾക്കറിയാവുന്ന സെലസ്റ്റിയൽ സ്ഫിയേഴ്സ് ഏതൊക്കെയാണ്? എർത്ത്, മൂണ്, മെർക്കുറി, വീനസ്, മാർസ് എക്സെട്ര. സോ ഒരുപാട് സെലസ്റ്റിയൽ സ്ഫിയേഴ്സ് ഉണ്ട് അല്ലേ? സോ ഇതൊക്കെ എന്താണ്? ഒപ്പേക്ക് ആണ്. ദാറ്റ് ഈസ് ഇതൊന്നും സൺലൈറ്റിനെ പാസ് ചെയ്യുന്നില്ല. ഓക്കെ, സോ സെലസ്റ്റിയൽ സ്ഫിയേഴ്സ് എല്ലാം ഷാഡോസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ അതിനെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ലുക്ക് അറ്റ് ദ ഫിഗർ ആൻഡ് ഒബ്സർവ് ഹൗ സൺലൈറ്റ് ഫാൾസ് ഓൺ ദി എർത്ത്. We know that it is daytime where the light falls.
സോ സൺലൈറ്റ് എർത്തിൽ ഫാൾ ചെയ്യുമ്പോഴാണ് എർത്തിൽ ഡേ ടൈം ആവുന്നത് അല്ലേ. സോ നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിയാൽ കാണാൻ പറ്റും. എർത്തിൻ്റെ ഒരു സൈഡിൽ ഡേ ടൈം ആയിരിക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നൈറ്റ് ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിവിടെ പകലായിരിക്കുമ്പോൾ അമേരിക്കയിൽ രാത്രിയായിരിക്കും അല്ലേ. സോ എർത്തിൻ്റെ ഒരു സൈഡിൽ ഡേ ടൈം ആയിരിക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നൈറ്റ് ആയിരിക്കും. ഇസ്ൻ്റ് ഇറ്റ്? ബിക്കോസ് എർത്ത് ഈസ് റൊട്ടേറ്റിംഗ് ഇറ്റ്സ് ഓൺ ആക്സിസ്. സോ എർത്ത് അതിൻ്റെ ആക്സിസിൽ സെൽഫായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഡേയും നൈറ്റും ഉണ്ടാവുന്നത്. ക്ലിയർ? മാത്രമല്ല എർത്ത് ഈസ് എ ഒപ്പേക്ക്. സോ അത് ലൈറ്റിനെ പാസ് ചെയ്യുന്നില്ല. സോ ഒരു സൈഡിലേക്ക് ലൈറ്റ് ഫാൾ ചെയ്താൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ലൈറ്റ് പാസ് ചെയ്യുമോ? ഇല്ല. ആ സൈഡിൽ മാത്രമേ ലൈറ്റ് ഉണ്ടായിരിക്കുള്ളൂ. ഓപ്പോസിറ്റ് സൈഡിലൂടെ ലൈറ്റ് പുറത്തേക്ക് വരില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഒപ്പേക്ക്. ക്ലിയർ? ദെൻ വാട്ട് ഡു യു തിങ്ക് ഈസ് നൈറ്റ്? ദ സൈഡ് ഓപ്പോസിറ്റ് ടു ദ പോർഷൻ വെർ ലൈറ്റ് ഫാൾസ് അപ്പിയേഴ്സ് ഡാർക്ക് ബിക്കോസ് ദ എർത്ത് ഈസ് ഒപ്പേക്ക്. സോ എർത്തിൻ്റെ ഒരു സൈഡിലേക്ക് സൺലൈറ്റ് ഫാൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഡാർക്ക് ആയിരിക്കും. സോ ആ ഡാർക്കുള്ള സിറ്റുവേഷനാണ് നമ്മൾ നൈറ്റ് എന്ന് പറയുന്നത്. ഇസ്ൻ്റ് ഇറ്റ്? ഫോർ ദി സെയിം റീസൺ ഇറ്റ് ഈസ് ഡാർക്ക് അറ്റ് നൈറ്റ് സിൻസ് എർത്ത് ബീയിങ് ഒപ്പേക്ക് ഒബ്സ്ട്രക്ട്സ് ലൈറ്റ്. സോ എർത്ത് ഒപ്പേക്ക് ആണ്. സോ അതുകൊണ്ട് തന്നെ എർത്ത് ലൈറ്റിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യും അല്ലേ. ലൈറ്റിനെ തടഞ്ഞു വയ്ക്കും. ലൈറ്റിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പാസ് ചെയ്യുമോ? ഇല്ല. സോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഡാർക്കായിട്ട് മാറും. സോ ആ ഭാഗം നൈറ്റായിട്ട് മാറും. ക്ലിയർ? സോ ഇതിൻ്റെ കൂടെ തന്നെ എർത്തിൻ്റെ ഷാഡോ ആ നൈറ്റ് റീജിയനിൽ ഉണ്ടായിരിക്കും. ക്ലിയർ? സോ എർത്തിൽ സൺലൈറ്റ് ഫാൾ ചെയ്യുന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും അതിൻ്റെ ഷാഡോ ക്രിയേറ്റ് ചെയ്യുക അല്ലേ. സോ ആ റീജിയനിൽ ഓൾറെഡി നൈറ്റ് സിറ്റുവേഷൻ ആയിരിക്കും. സോ അവിടെ എന്തുണ്ടായിരിക്കും? ഷാഡോ ഉണ്ടായിരിക്കും. ക്ലിയർ? സോ അവിടെ ടോട്ടലി ഡാർക്കായിട്ട് മാറും. സോ അവിടെ നൈറ്റ് റീജിയൻ ആയിട്ട് മാറും. ക്ലിയർ? സോ സൺലൈറ്റ് എർത്തിലേക്ക് ഫാൾ ചെയ്യുന്ന ഓപ്പോസിറ്റ് സൈഡിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എർത്തിൻ്റെ ഷാഡോ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, യു ആൾറെഡി നോ ദാറ്റ് ഒപ്പേക്ക് ഒബ്ജക്ട്സ് ക്യാൻ ഫോം ഷാഡോസ്. വാട്ട് ഇഫ് ദ എർത്ത് വെർ ട്രാൻസ്പാരൻറ്റ്? സോ ഒപ്പേക്ക് ഒബ്ജക്ട്സ് ഷാഡോസ് ഫോം ചെയ്യുന്നത് നമുക്ക് അറിയാം. ദെൻ എർത്ത് ഒരു ട്രാൻസ്പാരൻറ്റ് ആയിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? സോ നൈറ്റ് എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കുമോ? ഇല്ല. കാരണം ഒരു സൈഡിലൂടെ ലൈറ്റ് പാസ് ചെയ്താൽ എർത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കും ലൈറ്റ് എത്തും. സോ അവിടെ നൈറ്റ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കില്ല. ഫുൾ ഡേ ടൈം ആയിരിക്കും. ഓക്കെ, 24 hours ഡേ ടൈം ആയിരിക്കും. ക്ലിയർ? സോ ഇൻ ദി ടെക്സ്റ്റ് ബുക്ക് ദർ ഈസ് എ ബോയ് തിങ്സ് ദാറ്റ് ഈസ് ഇറ്റ് ദിസ് നൈറ്റ് ദാറ്റ് ഐ വാസ് അഫ്രൈഡ് ഓഫ്? സോ ഈ നൈറ്റിനെ ആയിരുന്നോ ഞാൻ ഇത്രയും കാലം പേടിച്ചുകൊണ്ടിരുന്നത് എന്നാണ് നമ്മുടെ ബോയ് ചിന്തിക്കുന്നത് അല്ലേ. സോ നൈറ്റ് എന്ന് പറയുന്നത് പേടിക്കേണ്ട ഒരു സംഭവമാണോ? അല്ല. എർത്ത് അതിൻ്റെ ഓൺ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഒരു സൈഡിൽ സൺലൈറ്റ് ഫാൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ സൺലൈറ്റ് കിട്ടില്ല. ബിക്കോസ് എർത്ത് ഈസ് ഒപ്പേക്ക്. സോ ആ റീജിയൻ ഡാർക്ക് റീജിയൻ ആയിട്ട് മാറും. ആ സിറ്റുവേഷനാണ് നൈറ്റ്. ഓക്കെ, സോ എല്ലാവർക്കും മനസ്സിലായില്ലേ? സോ ഇൻ ദി ടെക്സ്റ്റ് ബുക്ക് ദർ ഈസ് എ പ്ലാനറ്ററി മോഡൽ ഓഫ് സോളാർ സിസ്റ്റം. സോ സോളാർ സിസ്റ്റത്തിൽ ആരൊക്കെയാണുള്ളത്? സെൻട്രൽ സൺ ഉണ്ട്. ഓരോ ഓർബിറ്റിലും ഓരോ പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ മെർക്കുറി, എർത്ത്, മൂണ്, വീനസ്, മാഴ്സ് അല്ലേ. സോ ഇവരൊക്കെ സണ്ണിന് എറൗണ്ടായിട്ട് ഓരോ ഓർബിറ്റ്സിൽ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എർത്തിന് എറൗണ്ടായിട്ട് മൂണ് റിവോൾവ് ചെയ്യുന്നുണ്ട്. സോ മൂൺ ഈസ് എ നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് എർത്ത്. സോ എർത്ത് സണ്ണിനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ൻ്റ് ഇറ്റ്? അതുപോലെ തന്നെ സണ്ണ് അതിൻ്റെ ഓൺ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ എർത്ത് അതിൻ്റെ ഓൺ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് സണ്ണിന് എറൗണ്ടായിട്ട് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ? സോ ഓരോ പ്ലാനറ്റ്സിലും സൺലൈറ്റ് ഫാൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഷാഡോസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ആ ഷാഡോസ് നിങ്ങൾക്ക് അവിടെ ഒരു ഡാർക്ക് റീജിയൻ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. സോ സണ്ണിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ഷാഡോസ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഇസ്ൻ്റ് ഇറ്റ്? ഡു യു സീ ദ shadowy paths of celestial spheres that revolve around the sun? They will always be in the direction opposite to the sun. Rarely does the shadow of one celestial object fall on another. So
ഒരു സെലസ്റ്റിയൽ ഒബ്ജക്റ്റിൻ്റെ ദാറ്റ് ഈസ് ഒരു പ്ലാനറ്റിൻ്റെ ഷാഡോ മറ്റൊരു പ്ലാനറ്റിൽ ഫാൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ റെയറായിട്ട് ഇങ്ങനെ സംഭവിക്കാറുള്ളൂ. സോ അങ്ങനെ സംഭവിക്കുമ്പോഴാണ് നമ്മൾ സോളാർ എക്ലിപ്സ് അതുപോലെ തന്നെ ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. സോ സോളാർ എക്ലിപ്സ് എന്ന് വെച്ചാൽ സൂര്യഗ്രഹണം, ലൂണാർ എക്ലിപ്സ് എന്ന് വെച്ചാൽ ചന്ദ്രഗ്രഹണം. ഓക്കെ, സോ ഇനി അതിനെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ലെറ്റ്സ് സ്റ്റഡി അബൌട്ട് സോളാർ എക്ലിപ്സ്. When the moon comes between the earth and the sun in a straight line, the earth comes in the shadow of the moon. Then the shadow of the moon falls on the earth. The sun cannot be seen from the area where the shadow falls. This is solar eclipse. Observe the figure. So what is solar eclipse? When the moon comes between the earth and the sun in a straight line. So നിങ്ങളുടെ ഫിഗറിൽ കാണാൻ പറ്റും സണ്ണും മൂണും എർത്തും ഒരു സ്ട്രൈറ്റ് ലൈനിൽ വരുമ്പോഴാണ് സോളാർ എക്ലിപ്സ് ഫോം ചെയ്യുന്നത്. സോ സ്ട്രൈറ്റ് ലൈനിൽ എങ്ങനെയാണ് വരേണ്ടത്? മൂണിൻ്റെ പൊസിഷൻ സണ്ണിൻ്റെയും എർത്തിൻ്റെയും ഇടയിലായിരിക്കണം. സോ സൺലൈറ്റ് മൂണിൽ തട്ടുമ്പോൾ മൂണിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂണിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അതിൻ്റെ ഷാഡോ ഉണ്ടായിരിക്കും. സോ ആ ഷാഡോ നേരെ എർത്തിൻ്റെ ഒരു സൈഡിലേക്കാവും പോകുന്നത് അല്ലേ. സോ മൂണിൻ്റെ ഈ ഷാഡോ എർത്തിലെ ഒരു ഡെഫിനിറ്റ് റീജിയനിൽ ഫോളോ ചെയ്യും. ഓക്കെ, സോ ആ റീജിയനിലെ ആൾക്കാർക്ക് ആ സമയം എന്തായിരിക്കും? അവിടെ ഡാർക്ക് ആയിരിക്കും. ക്ലിയർ? സോ അപ്പോൾ അവിടെ വെളിച്ചം കുറവായിരിക്കും. മാത്രമല്ല നമുക്ക് സണ്ണിനെ ഒബ്സർവ് ചെയ്യാനും കഴിയില്ല. ഓക്കെ, സൺലൈറ്റ് ഒബ്സർവ് ചെയ്യാനും കഴിയില്ല. സോ അതാണ് സോളാർ എക്ലിപ്സ്. സോ അത് എർത്തിൻ്റെ ഹാഫ് സൈഡ് മൊത്തം കവർ ചെയ്യോ? ഇല്ല. അതായത് മൂൺ എന്ന് പറയുന്നത് ഒരു ചെറിയ പ്ലാനറ്റ് ആണ്. സോ അതിൻ്റെ ഷാഡോ എന്ന് പറയുന്നത് എർത്തിൻ്റെ ഹാഫ് സൈഡ് മൊത്തം കവർ ചെയ്യാനുള്ള ഏരിയ ഉണ്ടായിരിക്കില്ല. ഓക്കെ, സോ എർത്തിലെ ഡെഫിനിറ്റ് ഏരിയാസിൽ ഡെഫിനിറ്റ് ടൈമിലായിരിക്കും ഇത് ഫോം ചെയ്യുക. ഓക്കെ, സോ ആ ഒരു സമയത്ത് എർത്തിലെ ആ റീജിയണിൽ നിന്ന് നമുക്ക് സണ്ണിനെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കില്ല. ആ ഭാഗത്ത് എന്തായിരിക്കും? ഡാർക്കായിരിക്കും. സോ ഇതിനെ വിളിക്കുന്ന പേരാണ് സോളാർ എക്ലിപ്സ്. ഡസ് ദ ഷാഡോ ഓഫ് ദി മൂൺ കവർ ഹാഫ് ദ എർത്ത്? നോ. എർത്തിൻ്റെ ഹാഫ് സൈഡ് മൊത്തം കവർ ചെയ്യുന്നുണ്ടോ? ഇല്ല. ചെറിയൊരു റീജിയൻ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ അല്ലേ. ഫ്രം വിച്ച് പൊസിഷൻ ഓഫ് എർത്ത് ഡസ് ഇറ്റ് അപ്പിയർ ടു യു ദാറ്റ് ദ മൂൺ ബ്ലോക്സ് ദ സൺ? ദാറ്റ് ഈസ് എർത്തിലെ ഏത് പൊസിഷനിൽ നിന്ന് നോക്കുമ്പോഴാണ് മൂണ് സണ്ണിനെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യുന്നത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുക എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കവിടെ കാണാം ഇക്വിറ്റോറിയൽ അവിടെ ഡോട്ട് ലൈനായിട്ട് എർത്തിൻ്റെ സെൻറ്ററിലൂടെ പോകുന്നുണ്ട്. സോ ഇക്വിറ്റോറിയൽ പൊസിഷന് ജസ്റ്റ് ബിലോ ആയിട്ടാണ് മൂണ് സണ്ണിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. സോ അപ്പോഴാണ് സണ്ണും മൂണും എർത്തും സ്ട്രെയിറ്റ് ലൈനിൽ വരുന്നത്. ഇസിൻറ്റ് ഇറ്റ്? ഈസ് ഇറ്റ് അറ്റ് നൈറ്റ് ഓർ ഡ്യൂറിങ് ഡേ ദാറ്റ് ദ സോളാർ എക്ലിപ്സ് ബിക്കംസ് വിസിബിൾ? ഡ്യൂറിങ് ഡേ. സോ ഡേ ടൈമിലാണ് സോളാർ എക്ലിപ്സ് നമുക്ക് വിസിബിൾ ആവുന്നത്. ഓക്കെ, സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോളാർ എക്ലിപ്സ് ഉണ്ട്. സോളാർ എക്ലിപ്സ് വിസിബിൾ ഇൻ ടോട്ടൽ സോളാർ എക്ലിപ്സ്, ദെൻ റിംഗ് സോളാർ എക്ലിപ്സ്, ദെൻ പാർഷ്യൽ സോളാർ എക്ലിപ്സ്. സോ ടോട്ടൽ സോളാർ എക്ലിപ്സ് എന്ന് വെച്ചാൽ മൂന്ന് സണ്ണിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുമ്പോഴാണ് ടോട്ടൽ സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. സോ എർത്തിലെ ഇക്വിറ്റോറിയൽ പൊസിഷന് ജസ്റ്റ് ബിലോ ഉള്ള റീജിയനിൽ നിന്ന് നോക്കിയാലേ നമുക്ക് ടോട്ടൽ സോളാർ എക്ലിപ്സ് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, ദെൻ റിംഗ് സോളാർ എക്ലിപ്സ് എന്ന് വെച്ചാൽ സണ്ണ് ഒരു റിങ് പോലെ കാണപ്പെടുക, അതിനെയാണ് റിംഗ് സോളാർ എക്ലിപ്സ് എന്ന് വിളിക്കുന്നത്. ദെൻ പാർഷ്യൽ സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത് സണ്ണിൻ്റെ പകുതി ഭാഗം ഇങ്ങനെ കാണുന്നതിനെയാണ്, ഫിഗറിൽ കൊടുത്തിരിക്കുന്ന പോലെ കാണുന്നതിനെയാണ് പാർഷ്യൽ സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മൂന്ന് സണ്ണിനെ പാർഷ്യലായിട്ട് കവർ ചെയ്യുക. ഓക്കെ, demonstrate the solar eclipse in the class using balls of different sizes and a source that emits parallel rays of light. So ഒരു സോളാർ എക്ലിപ്സ് ക്ലാസ്സിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡിഫറെൻറ്റ് സൈസുള്ള ബോൾസും അതുപോലെ തന്നെ പാരലൽ സോഴ്സ് ഓഫ് ലൈറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട്. ഓക്കെ, സോ നമുക്ക് സ്കൂൾ തുറക്കുകയാണെങ്കിൽ നമുക്കത് ക്ലാസ്സിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, സോ അതൊരു പ്രൊജക്റ്റ് വർക്കായിട്ട് നമുക്ക് സ്കൂൾ തുറന്നിട്ട് ചെയ്യാം. ഓക്കെ, ദെൻ or next topic is lunar eclipse, ചന്ദ്രഗ്രഹണം എന്ന് പറയും. ഓക്കെ, we have seen how the solar eclipse occurs. What happens when the earth comes between the sun and the moon in a straight line? The moon then comes in the shadow of the earth and will be invisible.
ദിസ് ഈസ് ലൂണാർ എക്ലിപ്സ്. സോ സണ്ണിൻ്റെയും മൂണിൻ്റെയും ഇടയിൽ എർത്ത് വരുമ്പോഴാണ് ലൂണാർ എക്ലിപ്സ് ഫോം ചെയ്യുക. സോ നിങ്ങൾക്കിവിടെ ഫിഗറിൽ കാണാം, ലുക്ക് അറ്റ് ദി ഫിഗർ. സൺലൈറ്റ് എർത്തിലെ ഒരു സൈഡിൽ ഫാൾ ചെയ്യുന്നു. സോ എർത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നൈറ്റ് ആയിരിക്കും. സോ ആ റീജിയണിൽ അതിൻ്റെ ഷാഡോ ഉണ്ടായിരിക്കും, എർത്തിൻ്റെ ഷാഡോ. സോ എർത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് ബിഗ് സൈസാണ്. ദ സൈസ് ഓഫ് എർത്ത് ഈസ് വെരി ബിഗ് ആസ് കമ്പയർഡ് വിത്ത് മൂൺ. സോ മൂണിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എർത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. സോ അതിൻ്റെ ഷാഡോ എന്തായിരിക്കും? വലുതായിരിക്കും, ഇസ്ന്റ് ഇറ്റ്? സോ എർത്തിൻ്റെ ഈ ഷാഡോ മൂണിൽ ഫാൾ ചെയ്യുമ്പോഴാണ് ലൂണാർ എക്ലിപ്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ സണ്ണും എർത്തും മൂണും സ്ട്രെയിറ്റ് ലൈനിൽ വരുമ്പോഴാണ് ഇത് ഒക്കർ ചെയ്യുക. സോ സ്ട്രെയിറ്റ് ലൈനിൽ എങ്ങനെയാണ് വരേണ്ടത്? സണ്ണിൻ്റെയും മൂണിൻ്റെയും ഇടയിലാണ് എർത്ത് വരേണ്ടത്, ഇസ്ന്റ് ഇറ്റ്? സോ എർത്തിൻ്റെ ഷാഡോ മൂണിൽ ഫാൾ ചെയ്യും. സോ നമുക്ക് മൂണ് കാണാൻ സാധിക്കില്ല. ഓക്കെ, സോ നമുക്ക് മൂണ് ഇൻവിസിബിൾ ആവും. ക്ലിയർ? സോ നിങ്ങൾക്ക് കാണാം മൂണിൻ്റെ ഡിഫറെൻറ്റ് പൊസിഷൻസ്, അതായത് മൂണ് എർത്തിനെ റിവോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ? സോ മൂണിൻ്റെ ഓരോ പൊസിഷനും നമുക്ക് ഫിഗറിൽ കാണാം. സോ മൂണ് മൂവ് ചെയ്ത് സണ്ണിൻ്റെയും എർത്തിൻ്റെയും സെയിം ലൈനിൽ വരുമ്പോൾ എർത്തിൻ്റെ ഷാഡോ മൂണിൽ ഫാൾ ചെയ്യും. സോ അപ്പോൾ എന്ത് ഫോം ചെയ്യും? ലൂണാർ എക്ലിപ്സ് ഫോം ചെയ്യും. ഡസ് ദ ലൂണാർ എക്ലിപ്സ് ഒക്കർ അറ്റ് നൈറ്റ് ഓർ ഡ്യൂറിങ് ഡേ? സോ നൈറ്റിലാണ് ലൂണാർ എക്ലിപ്സ് ഫോം ചെയ്യുക. സോ നമുക്ക് തന്നെ രാത്രി നമ്മുടെ വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങിയാൽ ഇത് കാണാൻ പറ്റുന്നതാണ്. അതായത് നമ്മൾ ഓരോ ദിവസവും മൂണിനെ നോക്കിയാൽ മൂണിൻ്റെ സൈസ് നമുക്ക് ഓരോ ഡേയ്സിലും ഡിഫറെൻ്റ് ആയിട്ടാണ് കാണാൻ സാധിക്കുക. ഓക്കെ, ഐഡൻറ്റിഫൈ ദ പൊസിഷൻസ് ഓഫ് ദി എർത്ത്, ദ സൺ ആൻഡ് ദ മൂൺ ഡ്യൂറിങ് എ ലൂണാർ എക്ലിപ്സ്. സോ ഒരു ലൂണാർ എക്ലിപ്സിൽ എർത്തിൻ്റെ പൊസിഷൻ, സണ്ണിൻ്റെ പൊസിഷൻ, മൂണിൻ്റെ പൊസിഷൻ എങ്ങനെയായിരിക്കണം? സണ്ണും എർത്തും മൂണും സ്ട്രെയിറ്റ് ലൈനിലായിരിക്കണം. അതുപോലെ തന്നെ ദ പൊസിഷൻ ഓഫ് എർത്ത് മസ്റ്റ് ബി ഇൻ ബിറ്റ്വീൻ സൺ ആൻഡ് മൂൺ, ഇസ്ന്റ് ഇറ്റ്? Then there is a question, do you agree with the following statements? So in the textbook there is given 4 statements. So ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് യെസ് ഓർ നോ. സോ ഇത് കറക്റ്റ് ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കാം, റോങ് ആണെങ്കിൽ നോ എന്ന് കൊടുക്കാം. സോ ദിസ് ഈസ് യുവർ അസൈൻമെൻറ്റ്. സോ നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ എഴുതേണ്ട ക്വസ്റ്റ്യൻ ആണിത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്ട്സ് ഡു നോട്ട് കാസ്റ്റ് ഷാഡോസ്. ദാറ്റ് ഈസ് ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്ട്സ് ഷാഡോസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ? ശരിയാണെങ്കിൽ യെസ്, തെറ്റാണെങ്കിൽ നോ എന്ന് കൊടുക്കാം. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, celestial spheres like the earth and the moon are opaque. സോ എർത്ത് മൂണ് പോലുള്ള സെലസ്റ്റിയൽ സ്ഫിയേഴ്സ് ഒപ്പേക്ക് ആണെന്നാണ് പറയുന്നത്. ശരിയാണെങ്കിൽ യെസ് എന്ന് കൊടുക്കാം, തെറ്റാണെങ്കിൽ നോ എന്ന് കൊടുക്കാം. അതുപോലെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദ ഷാഡോ ഓഫ് ദി എർത്ത് ഫാൾസ് ഓൺ ദി മൂൺ ഡ്യൂറിങ് ലൂണാർ എക്ലിപ്സ്. സോ എർത്തിൻ്റെ ഷാഡോ മൂണിൽ ഫാൾ ചെയ്യുമ്പോഴാണ് ലൂണാർ എക്ലിപ്സ് ഫോം ചെയ്യുന്നത്. ശരിയാണോ തെറ്റാണോ? നിങ്ങൾക്കറിയാം, നിങ്ങൾ ആൻസർ ചെയ്യാം. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, സോളാർ എക്ലിപ്സ് ടേക്സ് പ്ലേസ് വെൻ ദ ഷാഡോ ഓഫ് ദി മൂൺ ഫാൾസ് ഓൺ ദി എർത്ത്. സോ മൂണിൻ്റെ ഷാഡോ എർത്തിൽ ഫാൾ ചെയ്യുമ്പോഴാണ് സോളാർ എക്ലിപ്സ് ഫോം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. സോ എന്താണ് സോളാർ എക്ലിപ്സ് എന്ന് ഞാൻ പറഞ്ഞു. സോ നിങ്ങൾക്കറിയാം. സോ ഇത് ശരിയാണെങ്കിൽ യെസ് എന്ന് കൊടുക്കാം, തെറ്റാണെങ്കിൽ നോ എന്ന് കൊടുക്കാം. ഓക്കെ, സോ ഈ 4 സ്റ്റേറ്റ്മെൻറ്റും നമ്മളിപ്പോൾ പഠിച്ചതാണ്. സോ ഇതിനുള്ള ആൻസർ നിങ്ങൾ അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യട്ടോ. സോ ദിസ് ഈസ് യുവർ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ. Now that we know that eclipses are, should we fear these celestial shadow sites anymore? How many eclipses might be occurring in other celestial spheres too, other than the earth? സോ എർത്തിന് പുറമെയുള്ള സെലസ്റ്റിയൽ സ്ഫിയേഴ്സിൽ എങ്ങനെയായിരിക്കും എക്ലിപ്സസ് ഒക്കർ ചെയ്യുക? ഓക്കെ, സോ അതിനെക്കുറിച്ച് നിങ്ങളോട് ചിന്തിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ? സോ എർത്തിൽ മാത്രമാണോ എക്ലിപ്സസ് ഫോം ചെയ്യുക? അല്ല, ഇനിയും ഒരുപാട് സെലസ്റ്റിയൽ സ്ഫിയേഴ്സ് ഉണ്ട്. സോ ഇതിനൊക്കെ ഷാഡോസ് ഇല്ലേ? സോ ഈ ഷാഡോസ് ഒക്കെ അനദർ സെലസ്റ്റിയൽ സ്ഫിയേഴ്സിൽ ഫാൾ ചെയ്യുമ്പോൾ അവിടെയും എന്തുണ്ടായിരിക്കും? എക്ലിപ്സസ് ഫോം ചെയ്യും. ഓക്കെ, സോ എർത്തിൽ മാത്രമല്ല എക്ലിപ്സസ് ഫോം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം കേട്ടോ. സോ എല്ലാ സെലസ്റ്റിയൽ സ്ഫിയേഴ്സിലും എക്ലിപ്സസ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ അവർ ലാസ്റ്റ് ടോപ്പിക് ഈസ് ഒബ്സർവിങ് ദ എക്ലിപ്സ്. സോ എക്ലിപ്സസിനെ എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുക? ഓക്കെ, സോ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണിത്. കാരണം സൂര്യഗ്രഹണം വരുന്ന സമയത്തും ചന്ദ്രഗ്രഹണം വരുന്ന സമയത്തും എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? സോളാർ എക്ലിപ്സ് നമ്മൾ കോമൺ ആയിട്ട് എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യാറ്?
എക്സ്റേ ഷീറ്റ് യൂസ് ചെയ്തിട്ടും അതുപോലെ തന്നെ സോളാർ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിട്ടും ബൈനോക്കുലേഴ്സ് യൂസ് ചെയ്തിട്ടും ടെലിസ്കോപ്പ് യൂസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ സോളാർ എക്ലിപ്സ് ഒബ്സർവ് ചെയ്യാറുള്ളത് അല്ലേ. സോ നിങ്ങൾ എത്ര സോളാർ എക്ലിപ്സ് കണ്ടു എന്ന് എനിക്കറിയില്ല, കാരണം സോളാർ എക്ലിപ്സ് എല്ലാ വർഷവും ഉണ്ടാവാറില്ല. ഓക്കെ, സോ ഇനി സോളാർ എക്ലിപ്സ് ഒക്കർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണത് വ്യൂ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ദ ഷാഡോ ഓഫ് ദി എർത്ത് ഫാളിംഗ് ഓൺ ദ ഫുൾ മൂൺ ഡ്യൂറിങ് എ ലൂണാർ എക്ലിപ്സ് പ്രസൻസ് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. ട്രൈ ടു സീ ദ celestial sight of the moon hiding in the shadow of the earth. സോ ലൂണാർ എക്ലിപ്സ് വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൈറ്റാണ് നമുക്ക് തരുന്നത്, അഥവാ നല്ല മനോഹരമായിട്ടൊരു കാഴ്ചയായിരിക്കും. ഓക്കെ, സോ ലൂണാർ എക്ലിപ്സ് വാച്ച് ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ച് പ്രിക്കോഷൻസ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. എന്നാൽ സോളാർ എക്ലിപ്സ് ഒബ്സർവ് ചെയ്യാൻ നമ്മൾ ഒരുപാട് പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് സോളാർ എക്ലിപ്സ് വാച്ച് ചെയ്താൽ നമ്മുടെ ഐസിനത് ഡേഞ്ചറാണ്. ഓക്കെ, സോ എങ്ങനെയാണ് സോളാർ എക്ലിപ്സ് ഒബ്സർവ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഇവിടെ ഒരുപാട് ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. However, see that you observe the solar eclipse only with the effective safety precautions. It should be viewed only by using solar filters or using the reflection or the transmission method. Viewing a solar eclipse without the safety precautions can damage the eye. Do not look at the sun using telescope or binoculars. Make sure to view the solar eclipse under the supervision of elders. സോ നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് സോളാർ എക്ലിപ്സ് വാച്ച് ചെയ്താൽ അത് നമ്മുടെ ഐ ഡാമേജ് ആവാൻ കാരണമാവും. അതുപോലെ തന്നെ ടെലിസ്കോപ്പ് യൂസ് ചെയ്തിട്ടും ബൈനോക്കുലേഴ്സ് യൂസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ സോളാർ എക്ലിപ്സ് വാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ മുതിർന്നവരുടെ നേതൃത്വത്തിലാണ് നമ്മൾ സോളാർ എക്ലിപ്സ് വാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, സോ ടെലിസ്കോപ്പ് യൂസ് ചെയ്തിട്ടും ബൈനോക്കുലേഴ്സ് യൂസ് ചെയ്തിട്ടും അല്ലെങ്കിൽ എക്സ്റേ ഷീറ്റുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സോളാർ എക്ലിപ്സ് വാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, സോ അടുത്ത സോളാർ എക്ലിപ്സ് ഒക്കർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണത് വാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇതോടുകൂടി നമ്മുടെ നമ്മുടെ 3rd ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയി. ഓൺ ദി നെക്സ്റ്റ് ക്ലാസ് വി വിൽ ടേക്ക് ഓർ 4th ചാപ്റ്റർ. ഓക്കെ, സോ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ലൈറ്റിനെ കുറിച്ച് പഠിച്ചു, ഏതൊക്കെ സബ്സ്റ്റൻസ് ആണ് ലൈറ്റ് പാസ് ചെയ്യുന്നത് പാസ് ചെയ്യാത്തതെന്ന് പഠിച്ചു. ദെൻ ഷാഡോസിനെ കുറിച്ച് പഠിച്ചു, ഏതൊക്കെ ഒബ്ജക്ട്സ് ആണ് ഷാഡോസ് ക്രിയേറ്റ് ചെയ്യുന്നത് പഠിച്ചു, ഷാഡോസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. അതുപോലെ തന്നെ സെലസ്റ്റിയൽ സ്ഫിയേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഷാഡോസ് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ലൂണാർ എക്ലിപ്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് പഠിച്ചു, സോളാർ എക്ലിപ്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് പഠിച്ചു, അതെങ്ങനെ വാച്ച് ചെയ്യാമെന്നും പഠിച്ചു. ഇസ്ന്റ് ഇറ്റ്? സോ എല്ലാവർക്കും ചാപ്റ്റർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. സോ എല്ലാവരും അസൈൻമെൻറ്റ് വർക്ക് എഴുതി അയച്ചു തരിക. ഓക്കെ, സോ കഴിഞ്ഞ ക്ലാസ്സിലെ അസൈൻമെൻറ്റ് വർക്ക് തെറ്റിച്ചവരുണ്ടെങ്കിൽ ഞാൻ ആൻസർ തുടക്കത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ എല്ലാവരും തെറ്റിയത് കറക്റ്റാക്കി എഴുതുക. ഓക്കെ, സോ ഓൺ ദി നെക്സ്റ്റ് ക്ലാസ് വി വിൽ സ്റ്റാർട്ട് ഓർ 4th ചാപ്റ്റർ. ഓക്കെ, സോ സീ യു ഓൺ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.